ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അതായത് നിയോൺ മാർക്കറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പേര് കേട്ടപ്പോൾ തോന്നി കുറച്ച് കോളായിരിക്കും, എന്താ കഫേ ആണത്, എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ പോയപ്പോൾ ഒരു കിഡിലൻ ആംബിയൻസ് ഉള്ള സ്ഥലം ഗൈസ്. അതായത് നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ബ്രൂവറിയോ പബ്ബോ വേറൊന്നുമല്ല, കണ്ട ഒരു ലുക്ക് ഉണ്ടെന്നുള്ളൂ. സംഭവം പക്ക കഫേ ആണ്. പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ RGB കളേഴ്സൊക്കെ ആട്ടോ, നിയോൺ എന്നുള്ള പേര് പോലെ തന്നെ. പിന്നെ റേറ്റ് അത്യാവശ്യം ഉണ്ട്. ആ മെനു ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. എല്ലാം അവരുടെ വെറൈറ്റി. ഇത് ബാത്റൂമാണ്, അവിടുത്തെ ടോയ്ലറ്റാണ് സംഭവം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ്. ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ എന്തോ തല കറയുന്ന പോലെ നല്ല ഫീലായിരുന്നു. പക്ഷേ ടോയ്ലറ്റ് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ തന്നെ മിറർ വെച്ച് ഒരു 5 കളിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫുള്ള് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നേ പിന്നെ ഇങ്ങനെ ഒരു കഫേയിൽ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും വരുന്നത്. ടോയ്ലറ്റ് റിമോട്ടൊക്കെ കണ്ടോ അവിടെ. പിന്നെ അവിടെ നിന്ന് ഞാൻ മുകൾ ഭാഗത്തെ വീഡിയോ ആണ്, മുകളിലാണ് ടോയ്ലറ്റൊക്കെ ഉള്ളത്. മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതാണത്. സ്റ്റെയർസ് ആണെങ്കിൽ നമ്മളിങ്ങനത്തെ സ്റ്റെയർസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് മിററിൻ്റെ ഒരു കളിയാണ് അവിടെ. പിന്നെ അതിൻ്റെ ഓണേഴ്സാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന ആ പെണ്ണും ആ ചെക്കനും. പിന്നെ ഞാനവിടെ പോയിരുന്നു, എൻ്റെ ബ്രദറും ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ അവിടെ മുകളിലുള്ള ഒരു വേറൊരു സെക്ഷനാണിത്. അവരുടെ കുറേ സാധനങ്ങൾ, അതായത് ടീഷർട്ട്, ജാക്കറ്റ്, പാൻറ്റ്, ഷൂസ്, പിന്നെ സ്പെക്സ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. സ്പെക്സിനൊക്കെ 3000 4000 ഉണ്ട്. ഷൂസൊക്കെ അവർ മറ്റേ ഡിസൈൻ ചെയ്ത് വെച്ചാണ്, മെസ്സിയുടെ. അതേപോലെ മുകളിൽ വേറെ ഏതോ കുറേ കളേഴ്സിലൊക്കെ നല്ല കിടിലനായിട്ട് ഡിസൈനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൂസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം. ഷൂസിനൊക്കെ അത്യാവശ്യം ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. ഷൂസിനൊക്കെ 15,000 13,000 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മേ ബി അത് ഒറിജിനൽ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇവർ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളൊക്കെ കിടില, നല്ല നല്ല കളർ പാൻറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കൊന്നും നോക്കിയിട്ടില്ല. വളരെ ലിമിറ്റഡായ സാധനം. ജാക്കറ്റ്സൊക്കെ അവരുടെ പ്രിൻറ്റ്സ് തന്നെ, അവരുടെ ഡിസൈൻസ് തന്നെയാണ് കംപ്ലീറ്റ്. അപ്പോൾ എന്താ പറയുക, ഒരു കിടിലൻ ആംബിയൻസ്. പിന്നെ ഞങ്ങൾ നേരെ താഴെ പോയിരുന്ന സെക്ഷൻ ഒരു റൂം തന്നെ സെപ്പറേറ്റ്. ആദ്യം ഞങ്ങൾ ഇരുന്നത് പുറത്തായിരുന്നു. പിന്നെ ഉള്ളിലുള്ളിരുന്ന ആൾക്കാർ പോയ സമയത്ത് ഞങ്ങൾ അധികം കയറിയിരുന്നു. അപ്പോൾ കയറിയിരുന്ന അവർ സർവീസും അതേപോലെ തന്നെ കിടിലനാണ്. പിന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ കുറച്ച് ഒരു ചാർജ് ഉണ്ട്. ഇപ്പോൾ ബർഗറും 2 ബർഗറും ഒരു വിങ്സിനും കൂടി 1800 സംതിങ് ആയി. പിന്നെ നമുക്ക് അവർ ഒരു കിടിലൻ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു സാധനം, ഫ്ലഫിയാണ് കേട്ടോ ഈ സാധനം, ഭയങ്കര ഫ്ലഫിയാണ് ഗൈസ്. അത് ഫ്രീ ആയി തന്നാണ്. അതുപോലെ തന്നെ വേറൊരു ഡെസേർട്ടും കൂടി ഒരു ഫ്രീ ആയി തന്നു. സംഭവം കിടിലൻ ഗൈസ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ബാംഗ്ലൂരിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.